ടീം മാറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കെ സ്മാർട്ട് പോർട്ടൽ, അതായത് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ഇപ്പോൾ എന്ത് സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ലൈസൻസ് എന്ത് ലഭിക്കണമെങ്കിലും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. പഞ്ചായത്തിലായിക്കോട്ടെ, മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലായിക്കോട്ടെ, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് കെ സ്മാർട്ട് പോർട്ടൽ വഴിയാണ്. നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം ആ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് എന്തായും, നമ്മുടെ ആപ്ലിക്കേഷന്റെ പ്രിവ്യൂ എങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഈ ഡീറ്റെയിലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കറിയാം, ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് കെ സ്മാർട്ട് പോർട്ടലിൽ ഒരു സിറ്റിസൺ ലോഗിൻ ID ഉണ്ടായിരിക്കണം. ആ ID എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കാം. സോ നിങ്ങൾ കെ സ്മാർട്ട് എന്ന് കൊടുക്കുക. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കെ സ്മാർട്ട് എന്ന് കൊടുത്ത് കഴിയുമ്പോൾ കെ സ്മാർട്ട് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ലോഗിൻ, സിറ്റിസൺ ലോഗിൻ എടുക്കുക. കാരണം ഓൾറെഡി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ലോഗിൻ ഉണ്ടായിരിക്കണം. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. OTP എടുക്കുക. OTP വെച്ച് ലോഗിൻ കൊടുക്കുക. നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ടാബിൽ പോയി കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് എന്താണ് വ്യൂ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്താണ്, നിങ്ങൾ ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ ഡേറ്റ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തു, എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് വെരിഫിക്കേഷന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ പ്രിവ്യൂ എന്നുള്ള സ്ഥലത്ത് കൊടുത്താൽ പ്രിവ്യൂ കാണാനായിട്ട് പറ്റും. ഇവിടെ ഡൗൺലോഡ് അക്നോളജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുത്തതിന്റെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത റെസിപ്റ്റ് എന്ന് പറയുന്ന പോലെ അക്നോളജ്മെന്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയണമെങ്കിൽ മൈ ആപ്ലിക്കേഷനിൽ പോയി ഫയൽ ട്രാക്കിംഗ് ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ ആരുടെ കയ്യിലാണോ ഈ ആപ്ലിക്കേഷൻ ഇരിക്കുന്നത്, ആപ്ലിക്കേഷൻ ഫോർ ലൈസൻസ് ഫോർ പിഗ്സ് ആൻഡ് ഡോഗ്സ് ആണ്, റണ്ണിങ് ആണ്. ഇപ്പോൾ കറണ്ട് ലൊക്കേഷൻ ആരുടെ കയ്യിലാണ്, ഇപ്പോൾ നോക്കി ഹെഡ് ക്ലർക്കിന്റെ കയ്യിലാണ് എന്നുള്ളതാണ് ഈ ഡോക്യുമെന്റ് കൃത്യമായിട്ട് കാണിക്കുന്നത്. സീറ്റ് ഏതാണ്, സീറ്റ് നമ്പർ അടക്കം നിങ്ങൾക്ക് ഫുൾ ഡേറ്റ നിങ്ങൾക്ക് ഇതിനകത്ത് ഫെച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ ബേസിക്കലി ഇവിടെ നിങ്ങൾക്ക് ഫെച്ച് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ ഫയൽ ഹിസ്റ്ററിയിലേക്ക് വന്നാൽ നിങ്ങൾ എന്ന ആപ്ലിക്കേഷൻ കൊടുത്തു, അത് ആരുടെ കയ്യിലായിരുന്നു, ആ പറയപ്പെടുന്ന വ്യക്തി എത്ര ദിവസം എടുത്തു ആ പർട്ടിക്കുലർ ഫയൽ നോക്കാനായിട്ട്, അതിനുശേഷം ഈ ആരുടെ കയ്യിലാണ് ആപ്ലിക്കേഷൻ ഇരിക്കുന്നത്, ഇത്രയും ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഫെച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതുകൂടി മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.